Hi all, I'm Riyaz Skyways. ഇന്ന് Q&A സീരീസ് ആണ്. നമ്മുടെ കസ്റ്റമർ ചോദിച്ച ചോദ്യം, അദ്ദേഹത്തിന്റെ പെട്രോൾ ഹ്യുണ്ടായി ക്രെറ്റ 2021 മോഡൽ വാഹനം CNG ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായിട്ടും കഴിയും. പക്ഷേ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ലാഭം എന്ന് പറയുന്നത് ഫ്യൂൽ എഫിഷ്യൻസി തന്നെയാണ്. കൂടുതൽ മൈലേജ് നമുക്ക് ലഭിക്കുന്നത് തന്നെയാണ് അതിൻ്റെ വലിയൊരു സവിശേഷത. ഒപ്പം നമ്മുടെ വാഹനത്തിനകത്ത്, നമ്മുടെ ഡെയിലി യൂസിനകത്ത് നമുക്കതിൻ്റെ ഉപയോഗം കൃത്യമായി നടത്താൻ പറ്റും എന്നതും ഒരു സവിശേഷ ഗുണം തന്നെയാണ് CNG കയറ്റുമ്പോൾ. എന്നാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായും CNG ചെയ്യുമ്പോൾ ഓതറൈസ്ഡ് ആയിട്ട് RTO അപ്രൂവുള്ള സെന്റേഴ്സിന് മാത്രം ചെയ്യുക, അതും ബ്രാൻഡഡ് കിറ്റുകൾ മാത്രം. കഴിയുമെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ബ്രാൻഡുകളുടെ, അതായത് ഓതറൈസ്ഡ് ഷോറൂംസിൽ തന്നെ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ അവിടുന്ന് തന്നെ ചെയ്യുക. കാരണം ഇപ്പോൾ 2021 മോഡൽ വാഹനമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു പക്ഷേ എക്സ്റ്റൻഡ് വാറന്റി ഒക്കെ എടുത്ത് വാറന്റി ഉള്ള വാഹനമായിരിക്കും. അപ്പോൾ വാഹനത്തിന് വാറന്റി നഷ്ടപ്പെടാത്ത രീതിയിൽ അതിനെ തുടർന്ന് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ്. പിന്നെ CNG ചെയ്യുമ്പോൾ 3 വർഷത്തിലൊരിക്കൽ കാലിബ്രേഷൻ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ സർവീസും കിട്ടുന്ന, മെയിൻ്റനൻസ് കിട്ടുന്ന ഒരു സർവീസ് പ്രൊവൈഡറുടെ കയ്യിൽ നിന്ന് തീർച്ചയായിട്ടും എടുക്കുക എന്ന് വളരെ പ്രധാനം തന്നെയാണ്. ഇനി CNG ചെയ്യുമ്പോൾ നമ്മുടെ വാഹനത്തിൽ അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന ചില ഡീമെറിറ്റ്സ് ഉണ്ട്. പ്രധാനമായും നമ്മുടെ ബൂട്ട് സ്പേസ് കുറയുമെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അത്തരം ഒരു കൺസേൺ ഉള്ള ആളുകൾ, ദൂരയാത്രയുള്ള ആളുകളാണെങ്കിൽ ആ ഒരു കൺസേൺ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ക്രെറ്റയാണ്, അത്യാവശ്യം നല്ല പവറുള്ള വാഹനമാണ്. അതുകൊണ്ട് തന്നെ CNG കയറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് പവറിലൊരു ലാഗ് കാണിക്കും. അത്ര പെർഫോമൻസ് നമുക്ക് കുറച്ച് ഡ്രോപ്പ് ഓഫ് വരും. അപ്പോൾ അത് ഒരു കൺസേൺ ആയിട്ട് തന്നെ കാണണം. മറ്റൊരു കാര്യം, CNG ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി മൈലേജ് വരും എങ്കിൽ പോലും നമുക്ക് ഡെയിലി യൂസ് ഒരു അറൗണ്ട് 40-50 കിലോമീറ്റേഴ്സ് ഡെയിലി യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ഫ്യൂൽ എഫിഷ്യൻസി വാഹനമായി മാറുകയുള്ളൂ. അതല്ലാതെ ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങിയിട്ട് ഉപയോഗിക്കാതിരുന്നാൽ ആ ബാറ്ററി ഇലക്ട്രിക് വാഹനം നമുക്ക് ലോസ് ആയെന്ന് പറയുന്നത് പോലെ തന്നെയാണ് CNG കയറ്റുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഓട്ടം റണ്ണിങ് ഉണ്ടെങ്കിൽ തന്നെ മാത്രമേ അത് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഉപയോഗപ്പെടുള്ളൂ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വാഹനം വിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മാർക്കറ്റിനകത്ത് വലിയൊരു പ്രൈസ് ഡിപ്രീസിയേഷൻ കാണുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് വാഹനങ്ങൾ CNG ചെയ്തതാണെങ്കിൽ, അതായത് വാഹനം പെട്രോൾ വാഹനമായിട്ട് കൺവേർട്ട് ചെയ്ത വാഹനങ്ങളാണെങ്കിൽ 1.5 ലക്ഷം 2 ലക്ഷം വരെയൊക്കെ വാഹനത്തിന് പ്രൈസ് ഡ്രോപ്പ് കാണിക്കുന്നുണ്ട്. പല ഡീലേഴ്സും അതിന്റെ വില കുറച്ച് കാണിച്ചുകൊണ്ടാണ് യൂസ്ഡ് കാർസിലൊക്കെ സെയിൽസ് നടക്കുന്നത്. അപ്പോൾ അത്തരം ഒരു കൺസേൺ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് ആ ഇൻവെസ്റ്റ്മെന്റ് വീണ്ടും ഒരു ലോസിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാത്ത രീതിയിൽ നിങ്ങളുടെ വാഹനത്തിന്റെ കോസ്റ്റും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന കിറ്റിന്റെ കോസ്റ്റ് എല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ വാഹനത്തിന് ഡെയിലി യൂസ്, ആ ഒരു കൺവീനിയന്റ് യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് സക്സസ്ഫുള്ളി നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ട് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെക്ക് ഔട്ട് ചെയ്തതിനു ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു CNG കിറ്റ് ചെയ്യുന്നതിൽ യാതൊരു തടസ്സവുമില്ല.